ദീപം യേശുവിൻ ദീപം ഞങ്ങളുടെ കയ്യിൽ യേശുവിൻ ദീപം സ്നേഹം സ്നേഹം യേശുവിൻ സ്നേഹം ഞങ്ങളുടെ ഉള്ളിൽ യേശുവിൻ സ്നേഹം പ്രിയ കൂട്ടുകാരെ, നമ്മുടെ VBSൽ നിങ്ങൾ എല്ലാവരും വളരെ സന്തോഷത്തോടെ പങ്കെടുത്തു. യെസ്, റോണിയും പങ്കെടുത്തു അല്ലേ? അങ്ങനെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പറഞ്ഞോളൂ. ഈ VBS എനിക്ക് ഒത്തിരി സന്തോഷമുണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. യെസ്, റോണിയെ പോലെ തന്നെ ഞങ്ങളും ഫാമിലി ആയിട്ട് എനിക്കും അമ്മൂനും എറിക്കിനും ഇവാച്ചിക്കും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ കഴിഞ്ഞ ഒരു VBS ആയിരുന്നു ഇത്. തീർച്ചയായിട്ടും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഞങ്ങളുടെ ടീം മെമ്പേഴ്സ്, ഞങ്ങളുടെ ടീം ലീഡേഴ്സ്, അവരുടെ വളരെ സ്നേഹത്തോടുള്ള സഹകരണം, കരുതല്, പ്രാർത്ഥന, എൻകറേജ്മെന്റ് ഒക്കെ ഞങ്ങളെ ഒരുപാട് സഹായിച്ചു. അവര് VBSൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അതുപോലെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരുപാട് പേരുണ്ട്. ഈ VBSന്റെ ഒരുക്കങ്ങൾക്ക് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ഒരുപാട് പേരുണ്ട്. അതോടൊപ്പം തന്നെ ഈ VBSലേക്ക് കുഞ്ഞുങ്ങളെ അയച്ച ഓരോ മാതാപിതാക്കൾക്കും എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി. പോപ്പിൻസ് ഹൗസ് എന്ന ടീമിന്റെ, മിനിസ്ട്രി ടീമിന്റെ, മീഡിയ മിനിസ്ട്രി ടീമിന്റെ നന്ദിയും സ്നേഹവും എല്ലാം ഞങ്ങൾ അറിയിക്കുക. ഇവരോട് പറയാനുള്ളത് ഒരേ ഒരു കാര്യം മാത്രമാണ്. എപ്പോഴും നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ എപ്പോഴും സ്വർഗമായിരിക്കട്ടെ. അവിടേക്കുള്ള യാത്രയുടെ ഓരോ സ്റ്റെപ്സുമാണ് നമ്മുടെ ഈ ഭൂമിയിൽ നമ്മൾ നയിക്കുന്നത് എന്ന ഓർമ്മ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യെസ്, നിങ്ങൾ എടുത്ത ഡിസിഷൻസ് ഒരിക്കലും മറന്നു പോകാതിരിക്കട്ടെ. അങ്ങനെ മിടുക്കന്മാരും മിടുക്കികളുമായിരിക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് പോകാം അല്ലേ? പ്രിയ കൂട്ടുകാരെ, നമ്മുടെ ഈ വർഷത്തെ VBSന്റെ ചിന്താവിഷയം എന്ന് പറയുന്നത് സേഫ് ചെയ്യുന്നതാണല്ലോ. സുരക്ഷിതമായി യാത്ര ചെയ്യാൻ നാം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഒന്നാമതായി എവിടെയാണ് എത്തേണ്ടത് എന്ന് നാം തീരുമാനിക്കണം. നമ്പർ 1, ഡിസൈഡ് വെയർ ടു റീച്ച്. ഫിലിപ്പിയർ 3:20. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു സുരക്ഷിതമായി വരും എന്ന് നാം വിശ്വസിക്കുന്നു. അതാണ് നമ്മുടെ ലക്ഷ്യം. അവിടെയാണ് നാം എത്തേണ്ടത്. രണ്ടാമതായി യാത്രയ്ക്ക് വേണ്ടി വേർതിരിച്ച് ഒരുക്കണം. നമ്പർ 2, arrange separately for the day of travel. സങ്കീർത്തനം 143:10. നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ, നീ എൻ്റെ ദൈവമാകുന്നുവല്ലോ. നിന്റെ നല്ല ആത്മാവ് നേർനിലത്തിൽ എന്നെ നടത്തുമാറാകട്ടെ. നാം പ്രാർത്ഥനയോടെ ഒരുങ്ങണം. മൂന്നാമതായി യാത്രയ്ക്ക് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യണം. നമ്പർ 3, preparing everything you need for the trip. മത്തായി 24:44. അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിക്കും. നാലാമതായി ശരിയായ വഴിയും വഴികാട്ടിയും തിരഞ്ഞെടുക്കുക. നമ്പർ 4, choose the correct path. സങ്കീർത്തനം 32:8. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരുന്നു. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരുന്നു. അഞ്ചാമതായി നമ്മുടെ ലക്ഷ്യത്തിൽ എത്തുമ്പോഴുള്ള സന്തോഷം. നമ്പർ 5, joy of reaching our destination. മത്തായി 5. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിക്കും. ക്രിസ്തു നയിക്കുന്ന പാതയിൽ നമുക്ക് യാത്ര ചെയ്യാം. സ്വർഗത്തിൽ നമുക്കുള്ള പ്രതിഫലം നേടാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നിത്യനാടും എനിക്കുണ്ട്, അത് മാത്രമാണ് എന്റെ ലക്ഷ്യം. പോയിടാൻ നൽകിടാൻ നാഥനായി ജീവിതം യേശുവിന് പൈതലാകിടാം. നിത്യനാടും എനിക്കുണ്ട്, അത് മാത്രമാണ് എന്റെ ലക്ഷ്യം. പോയിടാം നൽകിടാം നാഥനായി ജീവിതം യേശുവിൻ പൈതലായി തീർന്നിടാം. യാത്ര യേശുവുള്ള യാത്ര, എന്റെ യാത്ര ശുഭയാത്ര. യാത്ര യേശുവുള്ള യാത്ര, എന്റെ യാത്ര ശുഭയാത്ര.
പൊന്മുഖം കണ്ടിടും. സ്വർഗനാട്ടിൽ നിത്യവും ഞാൻ വാണിടും. യാത്ര യേശുവുള്ള യാത്ര, എന്റെ യാത്ര ശുഭയാത്ര. യാത്ര യേശുവുള്ള യാത്ര, എന്റെ യാത്ര ശുഭയാത്ര. നിത്യനാടും എനിക്കുണ്ട്, അത് മാത്രമാണ് എന്റെ ലക്ഷ്യം. പോയിടാൻ നൽകിടാൻ നാഥനായി ജീവിതം, യേശുവിൻ പൈതലായി തീർന്നിടാം. യാത്ര യേശുവുള്ള യാത്ര, എന്റെ യാത്ര ശുഭയാത്ര. യാത്ര യേശുവുള്ള യാത്ര, എന്റെ യാത്ര ശുഭയാത്ര. ഞാനൊരു താരകമായിരുന്നെങ്കിൽ കണ്ണു ചിമ്മി ചിമ്മി പാടും ദൈവസ്നേഹം. ഞാനൊരു പൂമ്പാറ്റയായിരുന്നെങ്കിൽ ചിറകു അടിച്ചു പാടും ദൈവസ്നേഹം. എന്നാൽ ഞാനായി എന്നെ സൃഷ്ടിച്ചതിനാൽ ആയിരം ആയിരം സ്തോത്രം. എന്നാൽ ഞാനായി എന്നെ സൃഷ്ടിച്ചതിനാൽ ആയിരം ആയിരം സ്തോത്രം. ഞാനൊരു കൊച്ചു കിളിയായിരുന്നെങ്കിൽ പറന്നു പറന്നു പാടും ദൈവസ്നേഹം. ഞാനൊരു കൊച്ചു കൊമ്പനായിരുന്നെങ്കിൽ തുമ്പിക്കൈകുത്തി പാടും ദൈവസ്നേഹം. എന്നാൽ ഞാനായി എന്നെ സൃഷ്ടിച്ചതിനാൽ ആയിരം ആയിരം സ്തോത്രം. എന്നാൽ ഞാനായി എന്നെ സൃഷ്ടിച്ചതിനാൽ ആയിരം ആയിരം സ്തോത്രം. Today's Bible portion is taken from Psalms chapter 1. Blessed is the man who walks not in the counsel of the wicked, nor stands in the way of sinners, nor sits in the seat of scoffers, but his delight is in the law of the Lord, and on his law he meditates day and night. He is like a tree planted by streams of water that yields its fruits in its season, and its leaf does not wither. In all that he does, he prepares. The wicked are not so, but are like chaff that the wind drives away. Therefore, the wicked will not stand in the judgment, nor sinners in the conference of the righteous.
For the Lord knows the way of the righteous, but the way of the wicked will perish. Hello everyone, I'm Winter. I'm Edu. We are from Faith Travelers. Today we are going to sing a song for you. എൻ്റെ പ്രാർത്ഥനകൾ എൻ്റെ യാചനകൾ കേട്ട ദൈവത്തെ ഞാൻ സ്തുതിക്കും. എൻ്റെ സങ്കടങ്ങൾ എൻ്റെ നൊമ്പരങ്ങൾ കണ്ട ദൈവത്തെ ഞാൻ പുകഴ്ത്തും. അവൻ കരുണയും കൃപയുമുള്ളവൻ, അവൻ ദയയും കനിവുമുള്ളവൻ, അവൻ സ്തുതികളിൽ വസിക്കും, നിത്യസ്നേഹം പകരും, രാജാധിരാജനമേശുപരൻ. അവൻ സ്തുതികളിൽ വസിക്കും, നിത്യസ്നേഹം പകരും, രാജാധിരാജനമേശുപരൻ. നോക്കിയപ്പച്ച എങ്ങനെ പെട്ടെന്നുണ്ടാക്കും. ദൈവം തന്നൊരു പാനല്ലേ, ദൈവം തന്നൊരു ബുദ്ധിയല്ലേ, അങ്ങനെ പെട്ടെന്നുണ്ടാക്കി. അങ്ങനെ പെട്ടെന്നുണ്ടാക്കി. ഹായ് അപ്പച്ച, നോക്കിയപ്പച്ച എങ്ങനെ പെട്ടെന്നുണ്ടാക്കും. പാനല്ലേ, ദൈവം തന്ന പാനല്ലേ, ദൈവം തന്ന ബുദ്ധിയല്ലേ, അങ്ങനെ പെട്ടെന്നുണ്ടാക്കി. So today we are going to recite all the themes and Bible verse from our online VBS. Let's get started. Day 1. Decide where to reach. And the Bible verse is taken from Philippians chapter 3 verses 20. It says,
But our citizenship is in heaven, and we eagerly await a Savior from there, the Lord Jesus Christ. Day 2. Arrange the day of travel. Psalms chapter 143 verses 10. Teach me to do your will, because you are my God. May a good spirit lead me on level ground. Day 3. Prepare for the day of travel. Matthew chapter 24 verses 44. So you should also be ready, because the Son of Man is to come in an hour when you do not expect him. Day 4. Choose the right path. Psalms chapter 38 verses 2. I will instruct you and the way you should go, and you should go. I will counsel you with my loving eye upon you. Day 5. The joy of reaching our destination. The Bible verse is taken from Matthew chapter 5 verses 12. Rejoice and be good, because great is your reward in heaven. Thank you, Vitosh uncle and our team leaders, for giving us such a good opportunity. I am thanking everybody who gave us this opportunity. Thank you. ഞാൻ ഇവിടെ പറയാൻ പോകുന്ന സങ്കീർത്തനങ്ങൾ 91 അധ്യായം മുതൽ 16 വരെയാണ്. അത്യുന്നത മറയിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവർ യഹോവയെക്കുറിച്ച് അവന്റെ കോട്ടയും സംഗീതം ഞാൻ ആശ്രയിക്കുന്ന ദൈവവും എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാടത്തിനെ നിന്ന് നാശകരമായ മഹാമാരിൽ നിന്ന് വിടുവിക്കും, തല തൂവലുകൊണ്ട് അവൻ നിന്നെ മറിക്കും. അവന്റെ ചിലരിൽ കീഴിൽ ശരണം പ്രാപിക്കും, അവന്റെ വിശ്വാസം നിനക്ക് പരാജയമാകുന്നു. രാത്രിയത്തെ ഭയത്തെയും പകർപ്പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ട് സഞ്ചരിക്കുന്ന മഹാമാരിയും ഉച്ചനശിക്കുന്ന സംഹാരത്തിൽ നിനക്ക് പേടിപ്പായി. നിന്റെ വശത്ത് 1000 പേര്, നിന്റെ വലതുവശത്ത് 10,000 പേര് വീഴുമെങ്കിൽ അവരുടെ അടുത്ത് വരികയില്ല. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. യഹോവേ, നീ എന്റെ സംഗീതമാകും, നീ അച്ഛനെ നിന്റെ വാസസ്ഥലമാക്കുന്നു. ഒരണത്തും നിന്റെ എല്ലാവരും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് ദൂതന്മാരുടെ കൽപ്പിക്കും. നിന്റെ കാൽക്കട തെറ്റിപ്പോക്കാതിരിക്കേണ്ട അവൻ നിന്നെ കൈകൾ വഹിച്ചു പോകും. ഒരണത്തും നിനക്ക് ബാധിക്കുകയോ ഒരു ബാധ നിന്റെ കൂടാത്തിന് അടുക്കുകയില്ല. നിന്റെ കാൽക്കളി തട്ടിപ്പോകാതിരിക്കേണ്ട അവൻ നിന്നെ കൈകളിൽ വഹിച്ചു കൊണ്ടു. സിംഹത്തിന്മേൽ അള്ളിമേൽ നീ ചവിട്ടും, ബാലസിംഹത്തിന് പിൻഭാഗം നീ മിതിച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമം അറിയിക്കയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരം അരുളും. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. കഷ്ടകാലത്ത് അവളുടെ കൂടെ ഇരിക്കും. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ്സോടെ ഞാൻ നിർത്തിവെടുത്തു. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. तेरे समान है कौन, स्वर्ग में हो या धरती पर, तेरे समान है कौन. हे प्रभु, देवताओं में तेरे समान है कौन, स्वर्ग में हो या धरती पर, तेरे समान है कौन. यीशु जैसा कोई नहीं, यीशु जैसा कोई नहीं, यीशु जैसा कोई नहीं, यीशु जैसा कोई नहीं. स्वर्ग में हो या धरती पर, तेरे समान है कौन. स्वर्ग में हो या धरती पर, तेरे समान है कौन. दूतों के भोजन से अपने लोगों को तृप्त किया, दूतों के भोजन से अपने लोगों को तृप्त किया. तेरे जैसा है न कोई जो प्रेम करे अपने लोगों से, तेरे जैसा है न कोई जो प्रेम करे अपने लोगों से. यीशु जैसा कोई नहीं, यीशु जैसा कोई नहीं, यीशु जैसा कोई नहीं, यीशु जैसा कोई नहीं. स्वर्ग में हो या धरती पर, तेरे समान है कौन. स्वर्ग में हो या धरती पर, तेरे समान है कौन. मृत्यु का बंधन खोला,
मृत्यु का बंधन खोला, पाताल के फाटक को जीता, तेरे जैसा है न कोई, मृत्युंजय जो हुआ, तेरे जैसा है न कोई, मृत्युंजय जो हुआ। यीशु जैसा कोई नहीं, यीशु जैसा कोई नहीं, यीशु जैसा कोई नहीं, यीशु जैसा कोई नहीं। स्वर्ग में हो या धरती पर, तेरे समान है कौन। स्वर्ग में हो या धरती पर, तेरे समान है कौन। ഞാനപ്പാവിൻ മുന്നാലെ വീരൻ, ഞാൻ അമ്മാവിൻ മുന്നാലെ നൻപൻ, ഞാൻ തോഴർക്കു മുന്നാലെ വീരൻ, യേശുവപ്പാവിൻ മുന്നാലെ ഞാൻ പാപി. ഞാൻ അപ്പാവിൻ മുന്നാലെ വീരൻ, ഞാൻ അമ്മാവിൻ മുന്നാലെ നൻപൻ, ഞാൻ തോഴർക്കു മുന്നാലെ വീരൻ, യേശുവപ്പാവിൻ മുന്നാലെ ഞാൻ പാപി. നന്മ മറ്റും ചെയ്യാം കാത്തേക്കുളത്തിൽ വളരുമോ, നന്മകൾ മറ്റും ചെയ്യാം കാത്തേക്കുളത്തിൽ വളരുമോ. വെற்றி எனக்கு, வெற்றி எனக்கு, வெற்றி எனக்கு, வெற்றி எனக்கு, വെற்றி എനിക്ക്. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് അനഘ. സോ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലായിട്ട് ഒരു ചെറിയ ആക്ടിവിറ്റി വേണം. സോ നമുക്ക് ആക്ടിവിറ്റി ചെയ്യാം. നമുക്ക് ആക്ടിവിറ്റിക്ക് വേണ്ട സാധനങ്ങൾ ഒരു A4 സൈസ് പേപ്പർ, പിന്നെ ഒരു കത്രിക. നമുക്ക് ആക്ടിവിറ്റി ചെയ്യാം. ഓക്കെ. സോ ഫസ്റ്റ് തന്നെ നമ്മൾ A4 സൈസ് പേപ്പർ എടുക്കുന്നു. അതിനെ ഈ ഒരു മുറിക്കുന്നു, ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ട് മടക്കുന്നു. ഇതുപോലെ കറക്റ്റ് ഇതിൻ്റെ പൊസിഷനിൽ തന്നെ ഒന്ന് നടക്കാൻ ശ്രമിക്കുക. നല്ല പെർഫെക്റ്റായിട്ട് നടക്കാം. അപ്പോൾ നമുക്കൊരു ട്രയാങ്കിളിൻ്റെ ഷേപ്പ് കിട്ടും. ഒരു ട്രയാങ്കിളിൻ്റെ ഷേപ്പ് കിട്ടും. ഇനി ഇതിന് നമുക്ക് ഒന്നുകൂടെ മടക്കാം. ഒന്നുകൂടെ മടക്കുക വെച്ചാൽ ഈ നീളത്തിൽ ഈ കോണ് ഒന്നുകൂടെ ഈ അറ്റത്തോട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് മടക്കി കൊടുക്കണം. ഇപ്പം നമുക്കൊരു വീടിൻ്റെ ഷേപ്പ് പോലത്തെ കിട്ടും. ഇനി നമുക്കിതിനെന്ത് ചെയ്യാം, ഇങ്ങനെ പിടിക്കാം. എന്നിട്ട് ഇതിൻ്റെ നടു വെച്ചിട്ട് ഒരു സൈഡ് എടുത്തിട്ട് ഇപ്പുറത്തെ സൈഡിലിട്ട് യോജിപ്പിക്കും. ഇതുപോലെ ഓക്കെ. ഇപ്പം നമുക്ക് എന്താണ് ഇങ്ങനെ കിട്ടും രാജ്യം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഇരിക്കാം. അങ്ങനെ നമ്മുടെ കത്രിക എടുത്തിട്ട് നമുക്ക് എന്താ ഇതുപോലെ ഇങ്ങനെ മുറിക്കാം. ഇതിങ്ങനെ മുറിച്ച് കളയുക. പൊടിച്ച് ഒന്നും കൂടെ ഒന്ന് മുറിക്കാം. നമുക്ക് അത്യാവശ്യം വെള്ളത്തിൽ ഒന്നും കൂടെ മുറിച്ച് കളയാം. നമ്മളിപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ എല്ലാം മുറിച്ച് കഴിഞ്ഞിട്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കിയാൽ ഇതിലെന്താ ഉള്ളത്. യെസ്, പതുക്കെ തുറക്കുന്നു. യെസ്, കണ്ടോ, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നമ്മുടെ കർത്താവ്, നമ്മുടെ യേശുക്രിസ്തു കുരിശിൽ യാഗമായി നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി. അതുകൊണ്ടാണ് പറയുന്നത് ദൈവം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചു. സോ മാക്സിമം നമ്മൾ ദൈവത്തിന് വേണ്ടി എന്താ പറയുക, ദൈവത്തിന് വേണ്ടി നമ്മൾ നമ്മുടെ ശരീരത്തെ സമർപ്പിച്ചു കൊടുക്കാം. ദൈവത്തിൻ്റെ സന്നിധി നമ്മൾ എപ്പോഴും ആയിരിക്കണം. പാപം ചെയ്യാതെ, പാപം ചെയ്താൽ നമ്മൾ എവിടെ പോകും, നരകത്തിൽ പോകും, നിത്യനരകം എന്ന പറഞ്ഞിരിക്കും. സോ നമ്മുടെ പാവങ്ങളിൽ വേണ്ടി കർത്താവ് കുരിശിൽ മരിച്ചു. സോ ഈ ഒരു ആക്ടിവിറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു. ഹായ്, എൻ്റെ പേര് ഏഞ്ചലിൻ. ഹായ്, എൻ്റെ പേര് റയാൻ.
നമ്മളിവിടെ ഇന്നൊരു പാട്ടാണ് പാടാൻ പോണത്. കഷ്ടതയും പട്ടിണിയും ദുഃഖവും ഇല്ലാത്തൊരു നാടെനിക്കുണ്ട്. ആ നാട്ടിൽ മുത്താൽ തീർത്തിടുന്നൊരു വീടെനിക്കുണ്ട്. കഷ്ടതയും പട്ടിണിയും ദുഃഖവും ഇല്ലാത്തൊരു നാടെനിക്കുണ്ട്. ആ നാട്ടിൽ മുത്താൽ തീർത്തിടുന്നൊരു വീടെനിക്കുണ്ട്. ആ വീട്ടിലെന്റെ യേശുവോട് കൂടെ വാഴും ഞാൻ. നിത്യകാലം എൻ്റെ യേശുവോട് കൂടെ വാഴും ഞാൻ. കഷ്ടതയും പട്ടിണിയും ദുഃഖവും ഇല്ലാത്തൊരു നാടെനിക്കുണ്ട്. ആ നാട്ടിൽ മുത്താൽ തീർത്തിടുന്നൊരു വീടെനിക്കുണ്ട്. കഷ്ടതയും പട്ടിണിയും ദുഃഖവും ഇല്ലാത്തൊരു നാടെനിക്കുണ്ട്. ഞാനൊരു ചെറുദീപം, എന്നുളിയും ചെറുതല്ല. ഞാനൊരു ചെറുദീപം, എന്നുളിയും ചെറുതല്ലോ. എങ്കിലും എന്നുടെ യേശുവിനായി എരിയും അണയാതെ. എങ്കിലും എന്നുടെ യേശുവിനായി എരിയും അണയാതെ. വിശാലമാം പാതി ഓടുന്നൊരു ജീവവണ്ടി, വിശാലമാം പാതേ ഓടുന്നൊരു ജീവവണ്ടി. നാശത്തിലേക്ക് പോയിടും, നാശത്തിലേക്ക് പോയിടും, നാശത്തിലേക്ക് പോയിടും, നാശത്തിലേക്ക് പോയിടും. ഇടുക്കമാം പാതേ ഓടുന്നൊരു ജീവവണ്ടി, ഇടുക്കമാം പാതേ ഓടുന്നൊരു ജീവവണ്ടി. ജീവന്റെ നാട്ടിലെത്തിയിടും, ജീവന്റെ നാട്ടിലെത്തിയിടും, ജീവന്റെ നാട്ടിലെത്തിയിടും, ജീവന്റെ നാട്ടിലെത്തിയിടും. എന്റെ കൊച്ചു ജീവിതത്തിൽ യേശുവുണ്ടല്ലോ, മാറിടാത്ത എന്റെ നല്ല യേശുവുണ്ടല്ലോ. എന്റെ കൊച്ചു ജീവിതത്തിൽ യേശുവുണ്ടല്ലോ, മാറിടാത്ത എന്റെ നല്ല യേശുവുണ്ടല്ലോ. നടക്കുമ്പോഴും കിടക്കുമ്പോഴും കൂടെയുണ്ടല്ലോ. സ്നേഹത്തിൻ കയ്യുകളാൽ മൂടുന്നുണ്ടല്ലോ. കള്ളത്തരം കാണിക്കുന്ന കള്ളസാത്താനെ യേശുവിനെ തോൽപ്പിച്ചല്ലോ. ഷേം ഷേം ഷേം. കള്ളത്തരം കാണിക്കുന്ന കള്ളസാത്താനെ യേശു നിന്നെ തോൽപ്പിച്ചല്ലോ. ഷേം ഷേം ഷേം. കട്ടീസാണല്ലോ ഞങ്ങൾ മിണ്ടീസാവൂല, കട്ടീസാണല്ലോ ഞങ്ങൾ മിണ്ടീസാവൂല. യേശുവിന്റെ മുഖം നോക്കി യാത്ര ചെയ്തിടും, യേശുവിന്റെ മുഖം നോക്കി യാത്ര ചെയ്തിടും. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന പോപ്പിൻസ് ഹൗസ് VBSൽ നമ്മൾ 4 ദിവസം പഠിച്ച തീമാണ്. Day 1 decide where to reach. Day 2 arrange it separately for the day of travel. Day 3 prepare everything for the trip. Day 4 choose the right path. ഇത്രയൊക്കെയാണ് നമ്മൾ ഈ 4 ദിവസം പഠിച്ച തീം. Hi guys, my name is Sarah. ഞാൻ ഇന്നിവിടെ ആക്ഷൻ സോങ് ആണ് ചെയ്യാൻ പോകുന്നത് from the Faith Travellers. നൂറാറുള്ളോരിടെ എന്നടിനെ മേയ്ക്കാൻ പോയി, തിരികെ വരും വഴിയോ നിന്നെ കാണാതെയും പോയി. നൂറാറുള്ളോരിടെ എന്നടിനെ മേയ്ക്കാൻ പോയി, തിരികെ വരും വഴിയോ നിന്നെ കാണാതെയും പോയി. കൂട്ടിൽ നോക്കി കണ്ടില്ല, അവിടെല്ലാം നോക്കി കണ്ടില്ല, അതിസങ്കടമായി എങ്ങും കണ്ടില്ല. കൂട്ടിൽ നോക്കി കണ്ടില്ല, അവിടെല്ലാം നോക്കി കണ്ടില്ല, അതിസങ്കടമായി എങ്ങും കണ്ടില്ല. നൂറാറുള്ളോരിടെ എന്നടിനെ മേയ്ക്കാൻ പോയി, തിരികെ വരും വഴിയോ നിന്നെ കാണാതെയും പോയി. നൂറാറുള്ളോരിടെ എന്നടിനെ മേയ്ക്കാൻ പോയി, തിരികെ വരും വഴിയോ നിന്നെ കാണാതെയും പോയി. ഒറ്റരണമല്ലേ പോയുള്ളൂ സാരമില്ലെന്നേ, കൂട്ടുകാർ ചൊല്ലിയിട്ടും ഇടയേനുറക്കം വന്നില്ല. ഒറ്റയൊരെണ്ണമല്ലേ പോയുള്ളൂ സാരമില്ലെന്നേ, കൂട്ടുകാർ ചൊല്ലിയിട്ടും ഇടയേനുറക്കം വന്നില്ല. ഒന്നെങ്കിലും കുഞ്ഞാട്
ഗ്രാമങ്ങളിൽ പലരും ആടുകളെ വളർത്തിയായിരുന്നു ജീവിച്ചിരുന്നത്. അവരിൽ ഒരാൾക്ക് 100 ആടുകൾ ഉണ്ടായിരുന്നു. അയാളുടെ ആകെ സ്വത്ത് ഈ 100 ആടുകളായിരുന്നു. അദ്ദേഹം എന്നും രാവിലെ ഈ ആടുകളെയും കൊണ്ടിറങ്ങും. നല്ല മേച്ച സ്ഥലം കണ്ട് തീറ്റാനായി അവിടേക്ക് വിടും. ആടുകൾ തീറ്റ കഴിഞ്ഞ് വിശ്രമിക്കുമ്പോൾ ഇടയൻ കയ്യിലുണ്ടായിരുന്ന ആഹാരം എടുത്ത് കഴിക്കും. ഇടയനും അല്പം വിശ്രമിക്കും. ഉച്ച കഴിഞ്ഞ് അടുത്ത മേച്ച സ്ഥലത്തേക്ക് ആടുകളെ വിടും. ആടുകൾ തീറ്റ തിന്നുമ്പോൾ കയ്യിലുണ്ടായിരുന്ന ഓടക്കുള്ള എടുത്ത് വായിക്കും. എങ്കിലും നോട്ടം എപ്പോഴും ആടുകളെ തന്നെയായിരിക്കും. വല്ല സിംഹോ പുലിയോ വന്നാൽ ഇടയൻ വടിയുമായി പാഞ്ഞെത്തും. യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, ഞാൻ നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കും. വൈകുന്നേരമാകുമ്പോൾ ഇടയൻ ആടുകളെ കൊണ്ട് വീട്ടിലേക്ക് പോകും. വീട്ടിലെത്തിയാലുടൻ കൂടിന്റെ വാതിക്കൽ നിന്ന് ആടുകളെ എണ്ണിക്കെട്ടും. 1, 2, 3, 4, 99. അയ്യോ, ഒന്നിനെ കാണുന്നില്ലല്ലോ. ദൈവമേ, എവിടെ പോയി? ഇന്ന് സിംഹോ പുലിയോ ഒന്നും വന്നില്ലല്ലോ. കൂട്ടം തെറ്റി പോയതാണോ? ഇടയൻ ഭാര്യയെ വിളിച്ചു, മറിയാമേ, ഒട്ടൊന്ന് വന്നേ. 99 ആടുകളേ ഉള്ളല്ലോ, ഒന്നിനെ കാണുന്നില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, നീ കൂടെല്ലാം അടച്ച് ഇവിടെ തന്നെ നിൽക്കാം. ഞാൻ ഓടിപ്പോയി നോക്കിയിട്ട് വരാം. ഇടയൻ വന്ന വഴി തന്നെ തിരിച്ചുപോയി. അന്ന് തെറ്റിയ സ്ഥലമെല്ലാം മരിച്ചു പെറുക്കി. കുറ്റിക്കാടുകൾ കുഞ്ഞു കിടന്ന് നോക്കി. അയ്യോ ദൈവമേ, ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഇനി ഞാൻ എവിടെയാ നോക്കേണ്ടത്? ഒരു കാര്യം ചെയ്യാം, പേര് വിളിച്ചു നോക്കാം. റോസി, റോസി. ഇടയൻ ചെവി വട്ടം പിടിച്ചു. അതാ ദൂരെ നിന്ന് ഒരു നേർത്ത ശബ്ദം, മേ മേ. ഇടയൻ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടിച്ചെന്നു. ഒന്നുകൂടി ഉറക്കെ വിളിച്ചു, റോസി, റോസി. അപ്പോൾ ആടിന്റെ ശബ്ദം അല്പം കൂടി ഉറക്കെ കേട്ടു, മേ മേ. അതാ റോസി പാവം ഒരു വള്ളിയിൽ ചുറ്റിക്കിടക്കണു. ഇടയൻ ആടിന്റെ അടുത്തേക്ക് ചെന്നു. ആട് ഇടയനെ തേനയുമായി ഒന്ന് നോക്കി. ഇടയൻ കുനിഞ്ഞു നിന്ന് ആടിന്റെ അടുത്തുള്ള വള്ളിയെല്ലാം അഴിച്ചു മാറ്റി ഒരു പൊക്കിയെടുത്തു. ഒരു ഉമ്മയും കൂടെ കൊടുത്തു. ആടിനെ തൊഴിലേറ്റിക്കൊണ്ട് ഇടയൻ വീട്ടിലേക്ക് നടന്നു പോവുകയല്ലായിരുന്നു. ഒറ്റ ഓട്ടം. എന്നെ കാണാതെ പോയ ആടിനെ കിട്ടിയേ, എൻ്റെ റോസിയെ കിട്ടിയേ, എല്ലാവരും എന്നോടുകൂടി സന്തോഷിപ്പീൻ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടായിരുന്നു ഓട്ടം. വീട്ടിലെത്തിയപ്പോൾ ഭാര്യയും മക്കളും ഓടി വന്നു. കണ്ടെത്തിയ വിവരങ്ങളെല്ലാം ഇടയൻ ഒറ്റ ശ്വാസത്തെ പറഞ്ഞു. ഇതുപോലെയാണ് നമ്മുടെ ഇടയനായ ദൈവവും. നമ്മിൽ ആരെങ്കിലും നഷ്ടപ്പെട്ടാൽ ദൈവം തേടിയെത്തും. കണ്ടുകെട്ടിയാൽ സ്വർഗത്തിൽ വലിയ സന്തോഷമായിരിക്കും. മാനസാന്തരപ്പെട്ട ഒരു പാപിയെ ചൊല്ലി ദൈവം ആഹ്ലാദിക്കും. നമുക്ക് നല്ല ഇടയനായ ദൈവത്തിന്റെ നല്ല കുഞ്ഞാടുകളായി ജീവിക്കാം. യഹോവ എൻ്റെ ഇടയനാവുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല എന്ന് ദാവീദിനോട് ചേർത്ത് പറയാം. നന്ദി. Abraham, Here I am. take your only son, Isaac, whom you love, to the land of Moriah, and offer him as a burnt offering on one of the mountains which I tell. Yes. The firewood is here. Where's the lamb for the burnt offering? Son, God will provide for us the lamb for the burnt offering. Abraham, Abraham, Here I am. do not lay your hands on the child or do nothing to him. Now I know that you fear the Lord. Before I spoke a word, you were singing over me. You've been so good to me. Before I took a breath, you breathed your life in me. You've been so kind to me. Like
Oh, the overwhelming, never-ending, reckless love of God. Oh, chases me down, fights till I'm found, leaves the 99. I couldn't earn it, and I don't deserve it. Still, you gave yourself away. Oh, the overwhelming, never-ending, reckless love of God. നമസ്കാരം. സ്ത്രീ ശാക്തീകരണം എന്ന ഓമന പേരിലൂടെ 50% സംവരണം നേടി ഭരണരംഗത്തും തങ്ങളുടെ കഴിവുകൾ ഉറപ്പിച്ചിരിക്കുകയാണല്ലോ കേരളീയ വനിതകൾ. എന്നാൽ പലരുടെയെങ്കിലും കണ്ണിൽപ്പെടാതെ ശിഥിലമാകുന്ന ചിലരുടെയെങ്കിലും ജീവിതങ്ങൾ അങ്ങാടിയിൽ പാട്ടാകുന്നത് സ്വാഭാവികം മാത്രം. ഇത് കോത്താങ്കുഴി പഞ്ചായത്ത്. എന്റെ സൗദാമിനിയക്കാ, ദാണ്ടെ ഇങ്ങോട്ടൊന്ന് നോക്കിയേ. നമ്മക്കട കൊച്ചു ഗോവിന്ദൻ വന്ന് പറയുക ഞാനാണ് ഇത്രയിലെ ഇവിടുത്തെ സ്ഥാനാർത്ഥിന്ന്. ഓ, നിനക്ക് എന്നാത്തിന്റെ കേടാടി ഈ കൊച്ചു പെണ്ണെ. കുടുംബത്തിൽ പിറന്നവരാരും വോട്ടിന് നിക്കല കേട്ടോ. നേരാണ്, ചീത്തപ്പേരുണ്ടാക്കുന്ന പണിയാണ് ഞാനിന്ന് ഉണ്ടാക്കണേ. എന്റെ സൗദാമിനിയക്കാ, ചുളുവിനൊരു പ്രസിഡന്റ് ആയ എന്താ കുളിക്കുവോ? അല്ല, മലയാളം എഴുതാനും വായിക്കാനും അറിയാത്ത ഞാൻ. ഓ, മലയാളം എഴുതിയിട്ടാണോ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായത്, മായാവതി മുഖ്യമന്ത്രിയായത്? ദേ ഇങ്ങോട്ടൊന്ന് നോക്കിയേ. സൗദാമിനി വെറും സൗദാമിനി അല്ല, സൗദാമിനി സദാശിവം. ചേച്ചി ഒന്ന് ചുമ്മാ ഇന്ന് വന്നാൽ മതി, ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റു. പ്രിയപ്പെട്ട നാട്ടുകാരെ, കോത്താങ്കുഴി പഞ്ചായത്തിന്റെ പൊന്നോമനപുത്രി കുമാരി സൗദാമിനി സദാശിവന് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നീ പറയാതെ സൗദാമിനി, നീ തോറ്റാലും ജയിച്ചത് നമ്മുടെ കൊച്ചുപെണ്ണല്ലേടി. നമ്മുടെ കൊച്ചുപെണ്ണ് അവിടെ ജയിച്ചത് എങ്ങനെയാന്നേ എനിക്കറിയാം. എന്റെ ജയത്തിന് എന്താടി ഒരു കുറവ്? ദേ ഇങ്ങോട്ടൊന്ന് നോക്കേ, ഞാനാ ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ്. പ്രസിഡന്റിനെ ഒന്ന് കാണാൻ വന്നതാ. ആരാ? ഞാൻ കൊച്ചോട്ടൻ, നിന്റെ കുട്ടികളുടെ അച്ഛൻ. ഓ, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ കണ്ണി മുണ്ടെടുത്തോണ്ട് ഓഫീസിലേക്ക് കയറി വരരുതെന്ന്. പാണ്ടിട്ടിട്ടുണ്ട്, നാണം കാരണം അതിന്റെ മേളിൽ മുണ്ടെടുത്തത്. ദേ നീ ഒന്ന് നോക്കിയേ, നമ്മുടെ കൊച്ചു പനിച്ച് വിറച്ച് കിടക്കുക. നീ ഒന്ന് വന്നേടി. ഓ, അവിടെ കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുപോയി മരുന്ന് കൊടുക്കും മനുഷ്യ. ഇത്രയും കാലം ഞാനല്ലേ ഇതെല്ലാം ചെയ്തത്. ദേ ഇങ്ങോട്ടൊന്ന് നോക്കിയേ, ഞാനാ ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ്. എടിയോയ്, നമ്മുടെ വിവരമില്ലാത്ത പ്രസിഡന്റ് ആക്കിയാ ഇങ്ങനെ ഇരിക്കും. എടി ഒന്ന് നിന്നേടി. നമ്മുടെ ഇങ്ങനെയുള്ള പ്രസിഡന്റ് ആക്കിയാ ഇങ്ങനെ തന്നെ ഇരിക്കുക. ഇല്ല, എനിക്കൊന്നും അറിയില്ല. നേതാവ് പറഞ്ഞപ്പോൾ ഞാൻ ഒപ്പിട്ടു എന്നത് നേരാ. ഈശ്വര, എന്തൊരു വിധിയാണിത്. വിധിയെന്നല്ല കൊതിയെന്നാ പറയണ്ടേ. മെമ്പറായപ്പോ ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ പ്രസിഡന്റ് ആവാൻ നിക്കണ്ടെന്ന്. ഇന്നതല്ല ചേട്ടാ, നിർത്തിയതാ. ആര്? എന്തിന്? എനിക്കറിയില്ല. അറിയണം. പുരുഷന്റെ ചൊൽപ്പടിക്കൊത്ത് തുള്ളുകയാണെങ്കിൽ എന്തിനാണ് നിനക്കൊക്കെ ഒരു സംവരണം? വേണ്ട, എനിക്കൊന്നും വേണ്ട. പഞ്ചായത്തും മെമ്പറും പ്രസിഡന്റും ഒന്നും. ഹേയ്, അങ്ങനെ അങ്ങ് പോയാലോ? എന്റെ ഔദാര്യത്തിനാ നിങ്ങൾ പ്രസിഡന്റായി. ദേ ഇവിടെ ഒരു ഒപ്പുവെക്ക്. ഇല്ല, ഇനി ഞാനിവിടെ ഒപ്പുവെക്കില്ല. എന്ത്? നിന്റെ ഔദാര്യമോ? ഇത് ഞങ്ങളുടെ അവകാശമാ പ്രസിഡന്റ്. ഞങ്ങളുണ്ട് കൂടെ. ഇല്ല, ഇനി ഞാൻ നിനക്ക് ഒപ്പുവെക്കില്ല. പൊയ്ക്കോ, അല്ലെങ്കിൽ പിച്ചി ചീന്തി ഞാൻ. അല്ല, ഞാൻ ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റാ. നന്ദി, നമസ്കാരം.
സൂപ്പർ ബെൻസ് ആണ് ലൈഫ് നോ ഗ്യാരണ്ടി സൂപ്പർ ജെറ്റ് ആണ് ബട്ട് നോ സേഫ് സൂപ്പർ ബെൻസ് ആണ് ലൈഫ് നോ ഗ്യാരണ്ടി പോ 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 യേശുവാകും വാഹനത്തിൽ യാത്ര ചെയ്തിട് എത്തിടുന്നു എവിടെയും വിത്തിൻ സെക്കൻഡ് അടിപൊളിയായി ഫൈനില്ലാതെ യാത്ര ചെയ്തിടാൻ കണ്ടോളം എന്റെ കരുത്തിലാണ് നോ പ്രോബ്ലം സേഫ് ജേർണി ഡോണ്ട് വറി ബി ഹാപ്പി ലൈഫ് നോ ഗ്യാരണ്ടി സേഫ് ജേർണി ഡോണ്ട് വറി ബി ഹാപ്പി ലൈഫ് നോ ഗ്യാരണ്ടി പോ 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 കൂകിപ്പായും വണ്ടി കുടുകുടു വണ്ടി ചോളമിക്കും വണ്ടി നിന്നെ കാണാൻ എന്ത് രസം നിങ്ങളുടെ വേഗം എന്ത് സുഖം റോഡിലെ ഹീറോ നീയേ എന്റെ ബൈബിള് നമസ്കാരം, എൻ്റെ പേര് മിൻസ മരിയാൻ മോൻസി. ഞാൻ പോപ്പിൻസ് ഹൗസ് VBSലെ മെമ്പറാണ്. 2021 VBSൽ ഞാനും ഉണ്ടായിരുന്നു. കുട്ടികളെ യേശുവിൽ പരിചയപ്പെടുത്താനുള്ള ഏറ്റവും നല്ല വാഹനമാണ് VBS. സംഗീതം, ആക്ഷൻ സോങ്, ആർട്ട് വർക്ക്സ്, ക്ലാപ്പ് എന്നിവ പഠിക്കുവാൻ ഈ VBSൽ എനിക്ക് സാധിച്ചു. ബൈബിൾ കഥാപാത്രങ്ങളെ കൂടുതൽ അറിയുവാനും എനിക്ക് സാധിച്ചു. ഇത്രയും ബൈബിൾ യാഥാർത്ഥ്യമാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഈ VBSൽ 5 ദിവസത്തെ 5 തീമുകളാണ് ഇനി ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നത്. ഡിസൈഡ് വെയർ ടു റീച്ച്. സെക്കൻഡ് ഡേ, അറേഞ്ച് സെപ്പറേറ്റ്ലി ഫോർ ദ ഡേ ഓഫ് ട്രാവൽ. തേർഡ് ഡേ, prepare everything you need for the trip. Fourth day, choose the right path. Fifth day, the joy reaching in our destination. 5 ദിവസത്തെ 5 ചിന്താ വിഷയങ്ങളും VBSന്റെ തീമിനെ ആസ്പദമാക്കിയായിരുന്നു. സേഫ് ജേർണി, സുരക്ഷിതമായ യാത്ര. സുരക്ഷിതമായ യാത്രയ്ക്ക് നമുക്ക് വേണ്ടത് നമ്മുടെ ഡെസ്റ്റിനേഷൻ, നമ്മൾ എവിടെ ചെല്ലണമെന്ന് നമ്മൾ തീരുമാനിക്കണം. നമ്മളുടെ ഡെസ്റ്റിനേഷൻ ഹെവൻ ആയിരിക്കണം. സെക്കൻഡ് ഡേയിൽ പഠിച്ചത് നമ്മൾ പോകുന്ന ഹെവനിലേക്ക് പോകുന്നതിന് നമ്മളൊരു ട്രിപ്പ് പോകുമ്പോൾ നമ്മളൊരു ഡേ മാറ്റിവെക്കണം. മൂന്നാമത്തെ ദിവസം നമ്മൾ പഠിച്ചത് നമ്മുടെ ഹൃദയമാകുന്ന ബാഗിൽ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, പരോപകാരം എന്നിവയെല്ലാം നമ്മളുടെ ഹൃദയമാകുന്ന ബാഗിൽ സൂക്ഷിക്കണം. 4-ാം ദിവസം പഠിച്ചത് ശരിയായ പാത ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. 5-ാം ദിവസം നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിന്റിൽ എത്തി. എന്നിവയുള്ള ഈ 5 ചിന്താ വിഷയങ്ങളും ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞു. ഇനി എനിക്ക് ഈ VBSൽ നിന്നുണ്ടായ അനുഭവങ്ങൾ. ലാസ്റ്റ് ഡേ ആയ ഡെഡിക്കേഷൻ ഡേയിൽ ഞാൻ യേശുപ്പച്ചൻ്റെ പൈതലായി തീരാമെന്ന് ഡിസൈഡ് ചെയ്തു.
യേശുപ്പച്ചനെ കൂടുതൽ മനസ്സിലാക്കുവാൻ എനിക്ക് ഈ VBSലൂടെ കഴിഞ്ഞു. ഗെയിമുകൾ, ലോകമെമ്പാടുമുള്ള കൂട്ടുകാരെ പരിചയപ്പെടുവാനും എനിക്ക് സാധിച്ചു. സംഗീതങ്ങൾ, ആക്ഷൻ സോങ്ങുകൾ, തീം സോങ്ങുകൾ എന്നിവയെല്ലാം പഠിക്കാൻ സാധിച്ചു. ക്രൗണുകള്, ഫ്ലാഗുകള് എന്നിവയെല്ലാം ക്രിയേറ്റ് ചെയ്യുവാനായി സാധിച്ചു. മോർണിംഗ് ടാസ്ക്, ദൈവവചനം എഴുന്നേൽക്കുമ്പോഴേ വായിക്കുവാനായിട്ടുള്ള ഒരു ടാസ്ക് നമുക്കുണ്ടായിരുന്നു. അതും അതിമനോഹരമായി തന്നെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എന്നെ ദൈവം സഹായിച്ചു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് വർക്ക്സ് ഒക്കെ ചെയ്യുവാനും ഞങ്ങളുടെ കഴിവ് തെളിയിക്കാനുമുള്ള അവസരവും ഈ VBSൽ ഉണ്ടായിരുന്നു. ഈ VBSനെ നിയന്ത്രിച്ച കോപ്പിൻസ് ഹൗസ് ഗ്രൂപ്പിൻ്റെ ഫെയ്ത്ത് ട്രാവലേഴ്സിൻ്റെയും ഹോപ്പ് ട്രാവലേഴ്സിൻ്റെയും ടീം മെമ്പേഴ്സിനെയും ആദ്യം തന്നെ നന്ദി അറിയിക്കുന്നു. വിതോഷ് അങ്കിളിനും ഫാമിലിക്കും ഞങ്ങളെ ഇത്രയും മനോഹരമായി പഠിപ്പിച്ചതിന് നന്ദി എന്നും ഞാൻ അറിയിക്കുന്നു. ഈ VBS എനിക്ക് അധികം തന്നെ ഉപകാരപ്പെടുകയും ചെയ്തു. ഈ VBSൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചതിന് ദൈവത്തിന് നന്ദി. അടുത്തൊരു വർഷക്കാലം VBSൽ പങ്കെടുക്കാൻ എന്നെ ദൈവം സഹായിക്കട്ടെ. നിങ്ങൾ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.